ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മളുടെ ഇന്ത്യയുടെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടും അതുപോലെ തന്നെ ചില പ്രത്യേക സെക്ടേഴ്സിലുള്ള ചില പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ചൈനയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ചില മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഗണ്യമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ ഇമ്പോർട്ട് ഗണ്യമായി കുറയുകയും അറ്റ് ദ സെയിം ടൈം നമ്മളുടെ മൊബൈൽ ഫോണിന്റെ എക്സ്പോർട്ട് വളരെ അധികം വർധനവുണ്ടായി എന്നുള്ളൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2014 ഏകദേശം 14 നമ്മൾ 48,609 കോടിയുടെ മൊബൈൽ ഇറക്കുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം 2024-25 ആയപ്പോഴത്തേക്ക് 3,710 കോടി രൂപയുടെ മാത്രം മൊബൈൽ ഫോൺസ് ആണ് നമ്മൾ ചൈനയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തത്. എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ചില ഐറ്റംസിന്റെ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതികൾ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കയറ്റുമതി ഇവിടെ പറയുന്നത് 10 വർഷം മുമ്പ് 1,566 കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ മൊബൈൽ ഫോണിന്റെ കയറ്റുമതി. ഇപ്പോൾ അത് 2,05,017 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ഗ്ലോബൽ മൊബൈൽ ഫോണിന്റെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ മൊമെന്റം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ നിലനിർത്തുവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സമീപ ഭാവിയിൽ ലോകത്തിലെ നമ്പർ 1 മൊബൈൽ എക്സ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും നമ്പർ 1 രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2024-25 സാമ്പത്തിക വർഷത്തിൽ ചൈനയിൽ നിന്നുള്ള എല്ലാ ഐറ്റംസിന്റെ അല്ല, ഓവറോൾ ചൈനയായിട്ടുള്ള ട്രേഡിൽ നമ്മൾ ഒത്തിരി പുറകിലാണ്. എന്നാൽ തന്നെ ചില സെക്ടേഴ്സിലുള്ള ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മളുടെ മിനിസ്റ്റർ, അതായത് കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ കേന്ദ്ര വാണിജ്യ സഹമന്ത്രി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ജിതിൻ പ്രസാദ് പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കിലാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കണക്കും പ്രകാരം ചൈനയിൽ നിന്ന് നമ്മൾ ഫെർട്ടിലൈസർ, കീടനാശിനികൾ, മൊബൈൽ ഫോണുകൾ ഇതുപോലുള്ള ഒട്ടുമിക്ക വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഉണ്ട്, അതായത് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ്, അയൺ ആൻഡ് സ്റ്റീൽ. കാരണം അയൺ ആൻഡ് സ്റ്റീലൊക്കെ നമ്മൾ ഇന്ത്യയിൽ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കാരണം തകർന്നടിഞ്ഞുകൊണ്ടിരുന്നൊരു സെക്ടറാണ് അയൺ ആൻഡ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ മാൻമെയ്ഡ് യാൺ ഒക്കെ തന്നെ 2024-25 ആയപ്പോഴത്തേക്ക് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പാർലമെന്റിൽ രാജ്യസഭയിൽ റിട്ടേൺ റിപ്ലൈ, അതായത് ഒരു ചോദ്യോത്തര വേളയിൽ അദ്ദേഹം നൽകിയ മറുപടിക്ക് അല്ലെങ്കിൽ മറുപടിയായിട്ടിത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൊബൈൽ ഫോണിന്റെ ഇമ്പോർട്ട് നമ്മൾ പറഞ്ഞ തന്നെ 2014-15 48,609 കോടിയായിരുന്നത് ഇപ്പോൾ 2024-25 ആയപ്പോഴത്തേക്ക് 3,710 അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ എക്സ്പോർട്ട് നമ്മൾ ആ കാലയളവിൽ 2014-15 1,566 കോടി രൂപയിൽ നിന്നും 2024-25 ആയപ്പോഴത്തേക്ക് 2,05,017 കോടി രൂപയുടെ ആയി. കാരണം ആപ്പിൾ ഒക്കെ ഇന്ത്യയിലൊക്കെ അവരുടെ മാനുഫാക്ചറിങ് ചൈനയിൽ നിന്നും പതുക്കെ പതുക്കെ മാറ്റി പൂർണ്ണമായിട്ടുള്ള തോതിൽ ഇന്ത്യയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ, കാരണം ഒരു പൈനിയർ എന്ന രീതിയിൽ ആപ്പിളിന് അത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിളിനെ പിന്തുടർന്ന് മറ്റുള്ള ഇലക്ട്രോണിക്സ് കമ്പനികളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ അവരുടെ സ്ഥാനം പിടിക്കാൻ വേണ്ടി ഇപ്പോൾ തിരക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് നമ്മൾ കുറയുക എന്നുള്ളതും അതുപോലെ തന്നെ ആ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യയിലായിട്ടുള്ള മാനുഫാക്ചറിങ് ഉണ്ടാക്കിയെടുക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ബലത്തിനും അല്ലെങ്കിൽ ശക്തിക്കും നമ്മുടെ സുരക്ഷയ്ക്കും ഒക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചൈന നമ്മളെ
മൊത്തമായിട്ട് വിഴുങ്ങി കഴിഞ്ഞൊരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൽ അവർക്കാണ് ഗണ്യമായിട്ടുള്ള ട്രേഡ് സർപ്ലസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുന്നത്, നമുക്ക് അത്യാവശ്യമാണ്. അത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ബേസിനെ എക്സ്പാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിലൊക്കെ തന്നെ നമുക്ക് കുറയ്ക്കുകയും ഇന്ത്യയുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ ചില മേഖലകളിലെ നിന്നുള്ള ഇറക്കുമതികൾ കുറഞ്ഞിട്ടുണ്ട്. കീടനാശിനികൾ അടക്കമുള്ള വസ്തുക്കളുടെ ഇറക്കുമതിയിൽ 19.7% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ, അയൺ ആൻഡ് സ്റ്റീലിന്റെ വരവിലും 10.3%, മുമ്പേ പറഞ്ഞ യാണിന്റെ ഇറക്കുമതിയിൽ 9.5% കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നമ്മൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. 2014 നമ്മൾ കണക്ക് പറഞ്ഞാണ് 48,000 ചില്ലുവാനം കോടി രൂപയുടെ മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്ന് ഏകദേശം 3,710 കോടി രൂപയുടെ മൊബൈൽ ഫോണുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇറക്കുമതി ചെയ്യുന്നത്. 92% കുറവ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ ഗണ്യമായിട്ടുള്ള കുറവുകളാണ്. ആ കുറവ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് വളരെ ത്വരിതഗതിയിലും അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടും വളരെ എന്താണ് പറയുന്നത് ഈ വർധനവ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. 10 വർഷം മുമ്പ് 1,566 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കുക, അതിപ്പോൾ 2,05,017 കോടി രൂപയുടെ എക്സ്പോർട്ടായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഹബ്ബായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മാനുഫാക്ചറിങ് ഓഫ് മൊബൈൽ ഫോൺസിന്റെ കാര്യത്തിൽ. ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ ഈ പറഞ്ഞ ആഗോള നിർമ്മാണ ഹബ്ബായി മാറാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി മാനുഫാക്ചറിങ്ങിലും ഒക്കെ തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് സഹകരണം ഉറപ്പുവരുത്തി ഈ പറഞ്ഞ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ മിലിറ്ററി വെപ്പൺ ഇൻഡസ്ട്രിയിൽ ഒക്കെ തന്നെ റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഈവൻ അമേരിക്ക, ഇസ്രായേൽ, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഈ ഇന്ത്യയുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടെ നമ്മൾ മിലിറ്ററി അല്ലെങ്കിൽ വെപ്പൺസ് മാനുഫാക്ചറിങ്, അപ്പൊ അങ്ങനെ ഇന്ത്യ ഒരു ഗ്ലോബൽ വെപ്പൺസ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ടും ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ് നമ്മൾ എപ്പോഴും രാജ്യത്തിന്റെ അവസ്ഥയും അല്ലെങ്കിൽ നിലയൊക്കെ നമ്മൾ കാണേണ്ടത്. ആര് ഭരിച്ചോട്ടെ, പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള നയങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരണം, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വളരണം, നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ടെക്നോളജികളും പിന്നെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് വർദ്ധിച്ച മാനുഫാക്ചറിങ്ങും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകണം. അതൊക്കെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ വളരെ അത്യാവശ്യമാണ്. രാഷ്ട്രീയം മാറി മറിഞ്ഞൊക്കെ വരും. അത് നമുക്ക് തീർച്ചയായിട്ടും ആരും ഇവിടെ പെർമനന്റ് ആയിട്ടൊന്നും ഭരിക്കാൻ പോകുന്നില്ല. പക്ഷെ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും പ്രധാനമായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതാർഹമാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നമുക്ക് തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബിസിനസ് ഹൗസസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്താനും ഒരൊറ്റ സ്രോതസ്സിൽ നിന്ന് നമ്മൾ ആശ്രയിക്കുന്ന എപ്പോഴും ഇന്ത്യയുടെ ഒരു നയം അങ്ങനെയാണ്. ഏത് കാര്യത്തിലും നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ ലോകത്ത് ഒരാളെ മാത്രം ഒരു മാർക്കറ്റിനെയോ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഇപ്പം റോ മെറ്റീരിയൽ ഇപ്പം നമ്മൾ ഓയിലിന്റെ കാര്യത്തിൽ തന്നെ എനർജിയുടെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം ഇന്ത്യ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ്. നമ്മൾ അക്കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പെർമനന്റ് ആയിട്ടുള്ള എന്താണ് പറയുന്നത് ഒരു സപ്ലയറോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഫ്രണ്ടൊന്നും ഇല്ല. നമ്മൾ സൗദിയിൽ നിന്ന് മേടിക്കും നമുക്ക് അനുകൂലമാണെങ്കിൽ, റഷ്യയിൽ നിന്ന് മേടിക്കും നമുക്ക് അനുകൂലമാണെങ്കിൽ, മറ്റു രാജ്യങ്ങളിലെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ മേടിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യയുടെ ഈ പറഞ്ഞ എനർജി പൊളിറ്റിക്സും എനർജി പോളിസിയും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുപോലെ മറ്റു മേഖലകളിലൊക്കെ തന്നെ നമ്മൾ ആംസ് ആയാലും നമുക്കറിയാം റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ബേസും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റെല്ലാ മേഖലകളിലും നമ്മൾ തീർച്ചയായിട്ടും വളരെ എന്താണ് പറയുന്നത് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കി വ്യത്യസ്തമായിട്ടുള്ള
ഈ വിതരണ സ്രോതസ്സുകളാണ് പറയുന്നത്. വിതരണ സ്രോതസ്സുകളായാലും റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്ന കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ അവരുടെയൊക്കെ തന്നെ ഈ വിതരണ ശൃംഖല സപ്ലൈ ചെയിൻ ഒക്കെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാനും നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വളരെ എന്താണ് പറയുക എൻകറേജിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കും. അത് ഏതായാലും രാജ്യത്തിന്റെ പുരോഗതിക്ക് സമഗ്രമായിട്ടുള്ള സംഭാവനകൾ നൽകുന്ന കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് അറിയാം ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വളരെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടൊന്നും നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഒത്തിരി അവസ്ഥകൾ കൊണ്ടാണ്. പിന്നെ നമ്മുടെ പൊളിറ്റിക്സിന്റെ പ്രത്യേകത നമുക്കറിയാം. ആര് ഭരിച്ചു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഭരണകൂടത്തെ നമുക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല, ലഭിക്കത്തുമില്ല. അത് നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള, സോഷ്യോ കൾച്ചറൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത്രയൊക്കെ പ്രതിസന്ധികളും അല്ലെങ്കിൽ സങ്കീർണതകളും ഉള്ള രാജ്യമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ചൈനയിൽ നിന്ന് നമുക്ക് ഏതെല്ലാം തരത്തിൽ ഇമ്പോർട്ടുകൾ കുറയ്ക്കുവാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക്. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ മൊത്തവും മുച്ചോടെ അടിച്ചു മാറ്റി എന്ന് വെച്ചാൽ, മുച്ചോടെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കെതിരെ, നമ്മുടെ രാജ്യത്തിനെതിരെ ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ട്രേഡ് റിലേഷൻ ഭയങ്കരമാണ്. അപ്പൊ ചൈനയുടെ ഏറ്റവും നല്ലൊരു ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യ. എന്നിട്ട് അവര് നമ്മുടെ ഇത്രയും ട്രേഡ് നടത്തി നമ്മുടെ പൈസ എല്ലാം മേടിച്ചിട്ട് പാകിസ്ഥാനൊപ്പം നിന്നിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ പരമാധികാരത്തെയും അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ രാജ്യ സുരക്ഷയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവർ നിലപാടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രമാത്രം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ അത്രമാത്രം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടറിനെ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മാത്രമേ എല്ലാ മേഖലകളും നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ് അതിനുള്ള ഏക പോംവഴി. ഏതായാലും ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മളുടെ ഇമ്പോർട്ട്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിനെ നമുക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈന കൂടുതൽ എന്താണ് പറയുന്നത് നമുക്കെതിരെ ഇല്ലേ, നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് തീർച്ചയായിട്ടും വന്നത്. പിന്നെ അത് നമുക്ക് യാതൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. കാരണം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ട്രേഡിനേക്കാൾ കൂടുതലല്ലേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചൈന പോസിറ്റീവായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളുമായിട്ടെല്ലാം ട്രേഡ് നടത്തി നമ്മുടെ കയ്യിലെ പൈസ എല്ലാം ഊറ്റിക്കൊണ്ട് പോയിട്ട് പാകിസ്ഥാനുള്ള ആയുധങ്ങളെല്ലാം കൊടുത്ത് ഇന്ത്യക്കെതിരെ കോപ്പ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ പൊളിറ്റിക്സിലെ മൊറാലിറ്റി ഒന്നും ഇല്ല. എന്നിരുന്നാൽ തന്നെയും നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ നമ്മൾ നയിക്കാവൂ എന്നാണ് നമുക്ക് ഇതിനകത്തിൽ ഒരു രത്ന ചുരുക്കമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.